അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും റസ്സാ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു ഹെൽത്ത് ടിപ്പാണ് നമ്മൾ പറയുന്നത്. വിശുദ്ധമായ റമദാൻ കടന്നു വരികയാണല്ലോ. റമദാൻ കടന്നു വരുമ്പോൾ സാധാരണയിൽ കവിഞ്ഞ് നമ്മുടെയൊക്കെ വീട്ടിൽ ഫ്രിഡ്ജിൻ്റെ ഉപയോഗം കൂടാറുണ്ട്. അതിനർത്ഥം റമദാൻ ഫുഡിങ്ങിൻ്റെ മാസമാണെന്നാണോ? അല്ലല്ല, റമദാൻ ഫുഡ് വളരെ കുറയ്ക്കേണ്ട മാസമാണ്. ഇതര മാസങ്ങളിൽ കഴിക്കുന്നതിലേറെ ഫുഡാണ് പല ആളുകൾ റമദാനിന് കഴിക്കുക. ആ റമദാൻ ചിലപ്പോൾ അവർക്ക് ഉപകാരപ്പെടാതെ പോയേക്കാം. ഫുഡ് കൂടുന്നതോ ഫുഡ് കുറയുന്നതോ ഒന്നുമല്ല റമദാനിൻ്റെ പ്രമേയം. റമദാനിൻ്റെ പ്രമേയം അത് തഖ്വയാണ്. പടച്ച തമ്പുരാനിലേക്ക് അടുക്കാനുള്ള മനോഹരമായ മാർഗമാണേത് റമദാൻ. ആ റമദാനിൽ ഒരുപാട് ഫുഡ് കഴിച്ചാൽ അമിതമായി കഴിക്കുന്ന മനുഷ്യർക്ക് തഖ്വ ഉണ്ടാവില്ല. അപ്പോൾ റമദാനിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരും. അതുകൊണ്ട് തന്നെ ഫുഡിങ് വളരെ കുറയ്ക്കുക റമദാനിൽ. ഇനി വളരെ കുറച്ചാൽ തന്നെയും റമദാനിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്, ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ലക്ഷ്യം എന്താണ്? നമ്മളെ നല്ല ആരോഗ്യവാന്മാരാക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ ഉണ്ട്. ആത്യന്തികമായ ലക്ഷ്യമല്ലേ, അത് തഖ്വയാണ്, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി മേടിക്കാൻ റമദാൻ കറക്റ്റായി നമ്മൾ കൊണ്ടുപോകുമ്പോൾ ആ റമദാനിൽ നമുക്ക് പടച്ചവൻ ആരോഗ്യം കൂടെ തരും. പക്ഷേ ആ ആരോഗ്യം ക്ലിയർ ആകണമെങ്കിൽ ചില കണ്ടൻറ്റുകൾ കറക്റ്റായി വരണം. പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഒരു വില്ലനായി വരുന്ന ഒരാളാണ് ആര്? ഫ്രിഡ്ജ് എന്ന് പറയുന്നത്. ഉപയോഗം കറക്റ്റല്ല എങ്കിൽ നമ്മുടെ ആരോഗ്യം താറുമാറാകാൻ വീട്ടിലെ റെഫ്രിജറേറ്റർ മതി. അതിപ്പോൾ എങ്ങനെയാണ് ഉസ്താദേ? ഫ്രിഡ്ജിലിപ്പോൾ സാധനങ്ങളൊന്നും വെക്കാൻ പാടില്ലേ? വെക്കാം, ഫ്രിഡ്ജിൽ വെക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ എങ്ങനെ? ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ലാത്തത്? എങ്ങനെയൊക്കെയാണ് ഫ്രിഡ്ജ് കൈകാര്യം ചെയ്യേണ്ടത്? അത്തരം വിഷയങ്ങളാണ് നമ്മളിന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി, നമുക്ക് മനസ്സിലായി ഈ ഭക്ഷണം ഈ നേരത്തേക്ക് ഇത്ര മതി. ഇപ്പോൾ ഉച്ച സമയത്തേക്ക് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി, ഈ നേരത്തേക്ക് ഇത്ര മതി, അത്ര മതി എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ തണുത്ത് പിന്നീട് എപ്പോഴോ നമ്മൾ രാത്രിയിലായിരിക്കും ചിലപ്പോൾ ആ ഭക്ഷണം എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. അങ്ങനെ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ നമ്മളെടുത്ത് ചൂടാക്കി കഴിക്കും. അത്രയും നേരം ഇരിക്കുന്നത് കൊണ്ട് ഒരുപാട് ബാക്ടീരിയൽ പ്രോബ്ലം അതിൻ്റെ അകത്ത് ഉണ്ടാകുകയും നമുക്കൊരുപാട് രോഗങ്ങൾക്കത് നിമിത്തമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഒരു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുമല്ലോ ഈ നേരത്തേക്ക് ഇത്ര മതി, പിന്നീട് നമുക്ക് എത്ര വേണ്ടി വരും, പിന്നീട് അത് ആവശ്യമുണ്ടെങ്കിൽ അത് മാറ്റി വെക്കണം എന്നാണ്. 2 മണിക്കൂറിൻ്റെ അകത്ത് ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് 2 മണിക്കൂർ ആകുന്നതിന് മുൻപ് ആ ഭക്ഷണം തണുത്ത് കഴിഞ്ഞാൽ ഉടനെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. പറഞ്ഞാൽ ക്ലിയറായോ? ഒരു ഭക്ഷണം ഉണ്ടാക്കി 2 മണിക്കൂർ ആകുന്നതിന് മുൻപ് തന്നെ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ ഒരുപാട് ബാക്ടീരിയാസ് അതിൻ്റെ അകത്ത് പെറ്റുപെരുകാനും നമ്മുടെ ഈ സാധാ ടെമ്പറേച്ചറിലേക്ക് അത് മാറിയിട്ട് ഒരുപാട് ബാക്ടീരിയാസിന് വളരാനും ഒക്കെ കാരണമായി തീരും എന്നുള്ളതാണ്. ഇപ്പോൾ 2 മണിക്കൂറിൻ്റെ അകത്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഫ്രിഡ്ജിലൊരു സാധനം വെച്ചു, അത് തണുത്തു, നമ്മളങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് എന്ത് ചെയ്യും? കുറച്ച് നേരം അല്ലെങ്കിൽ കുറേ നേരം പുറത്ത് വെച്ചിട്ട് ആ തണുപ്പൊക്കെ ഇങ്ങനെ മാറാൻ വേണ്ടി കാത്തിരിക്കും. അങ്ങനെ മാറാൻ വേണ്ടി കാത്തിരുന്നിട്ട് നമ്മൾ ചൂടാക്കി കഴിക്കും. അത് വലിയ ഡേഞ്ചറാണെന്നാണ് പറഞ്ഞാൽ മനസ്സിലായി. അതായത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ നമ്മൾ ചൂടാക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ കഴിക്കുക. ഇപ്പോൾ ഐസ്ക്രീം ആണെങ്കിൽ പോലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുറേ നേരം വെച്ചുകൊണ്ടിരിക്കരുത് എന്നാണ്. അതായത് നമ്മൾ ഫ്രിഡ്ജിൽ ഉള്ള ടെമ്പറേച്ചറിൽ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് പുറത്തെ സാധാ ടെമ്പറേച്ചറുമായി ഇഴുകി ചേരുമ്പോൾ അവിടെ ബാക്ടീരിയാസ് പെറ്റുപെരുകാനും അങ്ങനെ ആ ഭക്ഷണം നമ്മൾ പിന്നീട് ചൂടാക്കി കഴിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ വരെ സാധ്യതയുണ്ട് എന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് റമദാനിൽ വളരെയേറെ നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ഫുഡ് ഉണ്ടാക്കിയിട്ട് ഒരുപാട് വൈകിട്ടല്ല ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടത്. ഫുഡ് ഉണ്ടാക്കി ഒരു 2 മണിക്കൂറിൻ്റെ അകത്ത് തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുക. അതുപോലെ തന്നെ തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം പുറത്ത് വെക്കരുത്. തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഉടൻ തന്നെ ചൂടാക്കി കഴിക്കാനുള്ള പരിപാടികൾ കൂടെ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഈ ഫ്രിഡ്ജിലധികം വെക്കാൻ പാടില്ല എന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന 2 സാധനങ്ങളാണ് മുട്ടയും ഉരുളക്കിഴങ്ങും എന്നൊക്കെ പറയുന്നത്. മുട്ട വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. മുട്ട പൊരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാൻ പാടില്ല. ഇനി മുട്ട പുഴുങ്ങിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നതെങ്കിൽ കുറച്ച് വാട്ടർ കണ്ടൻറ്റ് ഇങ്ങനെ അത് തന്നെ വെക്കരുത്, അല്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഇനി വെക്കുകയാണെങ്കിൽ തന്നെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് തളിച്ചിട്ട് ആ പുഴുങ്ങിയ മുട്ടയിൽ കഷ്ണങ്ങളാക്കി വെള്ളം തളിച്ചിട്ട് വേണമെങ്കിൽ വെക്കാം എന്നുള്ളതാണ്. അതും ഒരുപാട് ദിവസങ്ങളിരുന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങും അധികം ഫ്രിഡ്ജിൽ വെക്കരുത്. അതിൽ ക്ലോസ്ട്രിഡിയം എന്ന് പറയുന്ന ബാക്ടീരിയ രൂപാന്തരപ്പെട്ട് വന്ന് വലിയ പോയിസണായി മാറാൻ വരെ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടാക്കി കുറേ നേരം പുറത്ത് വെക്കും, 2 മണിക്കൂറൊക്കെ കഴിഞ്ഞു, പിന്നീട് ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പിന്നെ കുറേ നേരം ഇങ്ങനെ തണുത്ത് പിന്നീട് നമ്മൾ ചൂടാക്കി കഴിക്കും. ഇതിലൂടെ ഒരുപാട് ബാക്ടീരിയൽ പ്രോബ്ലം നമുക്കുണ്ടാകും, വലിയ ഇൻഫെക്ഷൻ അത് കാരണമായി തീരും എന്നുള്ളതാണ്. ഇടയ്ക്കൊരു കാര്യം കൂടെ പറയുകയാണ്, ഈ മുട്ട എന്ന് പറയുന്ന സാധനം നമ്മൾ ഫ്രിഡ്ജിൽ എവിടെ വെക്കേണ്ടത്? ഡോക്ടേഴ്സ് പറഞ്ഞു തരുന്നുണ്ട്, മുട്ട വെക്കേണ്ടത് ഒരിക്കലും ഫ്രിഡ്ജിൻ്റെ സൈഡ് ഡോറിലാകരുത്. നമ്മിൽ ഭൂരിഭാഗം ആളുകളും വെക്കുന്നത് ഫ്രിഡ്ജിൻ്റെ സൈഡ് ഡോറിലാണ്. അങ്ങനെ വെക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഫ്രിഡ്ജ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറക്കുമ്പോൾ ഈ പുറത്തെ ചൂടും ഈ അകത്തെ തണുപ്പും കൂടെ മിക്സായിട്ട് ഇതിൻ്റെ അകത്തെ ടെമ്പറേച്ചറിൽ വ്യത്യാസം വരാനും ഈ മുട്ട പെട്ടെന്ന് ചീത്തയായി പോകാനും സാധ്യതയേറെയാണ്, കേടുവന്നു പോകാനും സാധ്യതയേറെയാണ്. അപ്പോൾ കേടായ മുട്ടയാണ് നമ്മൾ പുഴുങ്ങി കഴിക്കുന്നതെങ്കിൽ എത്ര രോഗങ്ങളുണ്ടാവും? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? മുട്ടകൾ പലപ്പോഴും കണ്ടെയ്നറിനകത്താക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്തെ തട്ടുകളിൽ എവിടെയെങ്കിലും വെക്കുക. ഇനി പൊട്ടിച്ച മുട്ടയാണെങ്കിൽ താഴെ ഒരിക്കലും വെക്കാനും പാടില്ല. പൊട്ടിച്ചൊഴിച്ച മുട്ടയാണെങ്കിൽ അത് വെക്കേണ്ടത് ഫ്രീസറിനകത്താണ്. സാധാ ഷെല്ലോടുകൂടെയുള്ള മുട്ടയാണെങ്കിൽ അതൊരു കണ്ടെയ്നറിനകത്താക്കിയിട്ട് താഴെ വെക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇലക്കറികൾ, ചീരയാകട്ടെ, ക്യാബേജ് ആകട്ടെ, കോളിഫ്ലവർ ആകട്ടെ, അങ്ങനെയുള്ള കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? ഉണ്ടാക്കിയിട്ട് കുറേ നേരം അങ്ങനെ വെക്കും, പിന്നീട് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കും. ഇതിനകത്ത് നൈട്രേറ്റ്സായി മാറുന്ന ഒരു വലിയ യാഥാർത്ഥ്യം അവിടെ നടക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ വയറ് സ്തംഭനം, ഭയങ്കര ഗ്യാസൊക്കെ ഫോം ചെയ്തിട്ട് നമ്മൾ ഒരുപാട് മരുന്ന് പോയി കഴിക്കും. പക്ഷേ ഈ മരുന്ന് കഴിക്കുന്ന ആ മരുന്നിൻ്റെ ആ അസുഖം പെട്ടെന്ന് മാറുന്നു, പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം, ഇതിൻ്റെ കാരണം മാറിപ്പോകാത്തത് കൊണ്ട് തന്നെ പിന്നെയും ഗ്യാസ് ഉണ്ടാകുന്നു. നമ്മൾ പിന്നെ ഈ നിരന്തരം മരുന്ന് കഴിച്ച് വേറൊരു തരം രോഗിയായി മാറുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ചീരയാകട്ടെ, നമ്മളിതൊക്കെ നല്ലതാണെന്ന് കരുതി കഴിക്കും, ഏറ്റവും നല്ലതാണ് ഇലക്കറികൾ. പക്ഷേ ഇതുണ്ടാക്കി കുറേ നേരം കഴിഞ്ഞ് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കും, ദിവസങ്ങളോളം 1-2 ദിവസം ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് വീണ്ടും ഇത് ചൂടാക്കി കഴിക്കും, നമുക്ക് വലിയ രോഗങ്ങളുണ്ടാകും എന്നുള്ളതാണ്. ഇനി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി വേസ്റ്റാക്കി കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ദിവസമൊക്കെ നമുക്കിങ്ങനെ സൂക്ഷിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, എന്നാലും നല്ലതല്ല എന്നാണ്, വേറെ വഴിയില്ലല്ലോ നമുക്ക്. അപ്പോൾ ഒരു ദിവസം വരെ നമുക്ക് മാക്സിമം ചീരയൊക്കെ സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ. ഏത് നന്നാക്കിയ ചീര ഒക്കെ നമ്മൾ കറിയാക്കി വെച്ച ചീര. പക്ഷേ അങ്ങനെ ഈ നിരന്തരം 2-3 ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ഗ്യാസ് ഫോർമേഷനൊക്കെ നമ്മുടെ വയറ്റിൻ്റെ അകത്ത് കാരണമായി തീരും എന്നുള്ളതാണ്. അപ്പോൾ സൂക്ഷ്മത പാലിക്കുക. ഇനി നിരന്തരം ഈ ചീരയും മറ്റുമൊക്കെ ചൂടാക്കുന്നത് കൊണ്ട് അതിനകത്ത് നമ്മൾ ഈ മിനറൽസും വൈറ്റമിൻസും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് കഴിക്കണേ. പക്ഷേ ഇതൊക്കെ നഷ്ടപ്പെട്ടു. ആകെ ഒരു ഫൈബർ കണ്ടൻ്റ് ഉള്ളൊരു സാധനം കഴിക്കുന്നു എന്നതിലപ്പുറം അതിൻ്റെ അകത്തെ മിനറൽസും വൈറ്റമിൻസും ഒക്കെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ മയോണൈസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മാക്സിമം 24 മണിക്കൂർ അത്രയും തന്നെ വേണ്ടാന്നാണ്. അതിനപ്പുറം ഫ്രിഡ്ജിൽ പോലും സൂക്ഷിക്കാൻ പാടില്ല. അതൊക്കെ വലിയ ഡേഞ്ചറാണ്. മയോണൈസ് ചൂടാക്കി കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ അപകടമാണ്. ചില ആളുകൾക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മയോണൈസ് ചൂടാക്കുന്ന മണ്ടത്തരം വരെ ഞാൻ കണ്ടിട്ടുണ്ട്. മയോണൈസ് കൊണ്ടുപോയി ചൂടാക്കി കഴിഞ്ഞാൽ അത് വലിയ പോയിസണസായി മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന് ഇറച്ചി മീനൊക്കെയാണ്. ഞാൻ നേരത്തെ ഉണർത്തി, റമദാൻ ഇറച്ചിൻ്റെ മീനിൻ്റെ മാസമല്ല, വല്ലപ്പോഴൊക്കെ മേടിക്കുക. നിരന്തരം ഇറച്ചി കഴിക്കുന്നവരുടെ മനസ്സ് കടുത്തു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഇറച്ചി മീനൊക്കെ എങ്ങനെയാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണേ? ഇറച്ചി മേടിക്കും, മീൻ മേടിക്കും, 3-4 ദിവസത്തേക്ക് നമ്മൾ മേടിക്കുമെന്ന് വെക്കാം. ഇതൊക്കെ കഴുകി നീറ്റാക്കി നമ്മൾ എന്ത് ചെയ്യും? എല്ലാം കൂടെ ഫ്രീസറിൽ കയറ്റും. എന്നിട്ട് ഫ്രീസറിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന ദിവസം ഫ്രീസറിൽ നിന്ന് എടുക്കും. എന്നിട്ട് ഇത് തണുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇറക്കി വെക്കും, വെള്ളത്തിൽ ഇറക്കി വെക്കും. എന്നിട്ടോ അതിൽ നിന്ന് അന്നത്തേക്ക് ആവശ്യമുള്ളത് കട്ട് ചെയ്തിട്ട് ബാക്കി ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കും. ഭയങ്കര അപകടമാണത്, വലിയ രോഗങ്ങൾക്ക് വരെ കാരണമാകുക എന്നുള്ളതാണ്. കാരണം എന്താ, ഈ ഫ്രീസറിലേക്ക് നമ്മൾ വെച്ചു, അത് ആ ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തെ 0 ഡിഗ്രിയിൽ നിന്ന് അല്ലെങ്കിൽ 4 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള ആ ഒരു ടെമ്പറേച്ചറിൽ നിന്ന് നമ്മുടെ റൂം ടെമ്പറേച്ചറുമായി കണക്റ്റ് ആയിട്ട് എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടും. നമ്മുടെ ഈ റൂമിനകത്തിരുന്ന് ടെമ്പറേച്ചർ മാറുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ബാക്ടീരിയാസ് പെറ്റുപെരുകും. അതിലൂടെ ഒരുപാട് രോഗങ്ങൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയേറെയാണ്. അപ്പോൾ എന്ത് ചെയ്യും? 3-4 ദിവസത്തേക്ക് മീൻ മേടിക്കുന്നവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് പ്രത്യേകം പാർട്സാക്കി മാറ്റിയിട്ട് നമ്മൾ ഫ്രീസറിൽ കയറ്റാം, ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് അന്നത്തേക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാം. അപ്പോൾ പിന്നെ മറ്റത് പുറത്തേക്ക് എടുക്കുന്നില്ലല്ലോ, അത് സേഫായിട്ട് അകത്തിരുന്നോളും. അപ്പോൾ ഈ ഒരു വസ്തുത കൂടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് റമദാനിൽ ഈ ഇറച്ചി മീനൊക്കെ ഇങ്ങനെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ നമുക്ക് തീരെ പ്രയാസങ്ങൾ ശരീരത്തിനുണ്ടാകാൻ ഒരുപാട് പ്രയാസങ്ങൾ ശരീരത്തിനുണ്ടാകാനുള്ള സാധ്യത ഏറെയാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തട്ടെ. പിന്നൊരു കുഴപ്പം എന്താണ്? പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഫ്രിഡ്ജ് ഇടയ്ക്കിടയ്ക്ക് തുറക്കണത് ഒരു ശീലമാണ് പല ആളുകളുടെയും. ഒരു കാരണമില്ലെങ്കിൽ വെറുതെ പോയി ഇങ്ങനെ തുറക്കുക. അങ്ങനെ തുറക്കുമ്പോൾ എന്ത് പറ്റും? ഈ ഫ്രിഡ്ജിലിരിക്കുന്ന സാധനം, നമ്മുടെ ഒരു വിചാരമുണ്ട്, ഫ്രിഡ്ജിലേക്ക് ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയകളൊക്കെ ചത്തുപോകും എന്നാണ്. ചാവില്ല, ബാക്ടീരിയകൾ മരിക്കുകയല്ല, അത് ഇനാക്റ്റീവായി അവിടെ ഇരിക്കുകയാണ്.
ആക്റ്റീവ് ആകുന്നില്ല, അതിങ്ങനെ ഒരു ഫ്രോസൺ ആയിട്ട് അവിടെ ഇരിക്കുകയാണ്, ഉറച്ചു പോയിരിക്കുകയാണ്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ആ ഡിഗ്രിയിൽ 4 ഡിഗ്രിക്ക് താഴെ ഇരുന്നാലേ അങ്ങനെ ഇരിക്കുകയുള്ളൂ. നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് ഇങ്ങനെ തുറക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ടെമ്പറേച്ചർ ഉയരും. അപ്പോൾ അകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ കേടുവന്നു പോകാൻ വളരെ വളരെ സാധ്യതയേറെയാണ്. പറഞ്ഞത് ക്ലിയറായി. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു തവണ നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് അന്നത്തേക്ക് ആവശ്യമുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുക. പിന്നെ നമ്മൾ ലാസ്റ്റ് അടക്കാൻ നേരത്ത് തിരിച്ച് വെക്കേണ്ടതെല്ലാം വെക്കുക. ഇത് ഡെയിലി 10-250 തവണ ഫ്രിഡ്ജ് ഇങ്ങനെ തുറക്കുന്നതിലൂടെ അകത്തിരിക്കുന്ന സാധനങ്ങൾ ചീത്തായി പോകും, ബാക്ടീരിയാസ് കൂടും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഏറെയാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ചൂടാറാതെ ഫ്രിഡ്ജിലേക്ക് വെക്കരുത്. അതൊരു ഡേഞ്ചറായ കാര്യമാണ്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചൂടോടുകൂടെ ഒരു ചെറിയ ചൂടാണെങ്കിൽ പോലും ഫ്രിഡ്ജിലേക്ക് വെക്കരുത്. തണുത്തതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് 2 മണിക്കൂറിന് മുമ്പ് വെക്കണം നമ്മൾ പറഞ്ഞത്. 2 മണിക്കൂറിന് ശേഷം ആകാനും പാടില്ല. 2 മണിക്കൂർ തന്നെ ആകണമെന്നൊന്നുമില്ല കേട്ടോ. തണുക്കാനായിട്ട് ചിലപ്പോൾ അരമണിക്കൂർ മതിയെങ്കിലും ഓക്കെ, ദാറ്റ്സ് ഇനഫ്. അതിനുശേഷം വെക്കാം. അപ്പോൾ നന്നായി തണുത്തത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഫ്രിഡ്ജിനകത്തുള്ള ആ ടെമ്പറേച്ചറിലേക്ക് ഈ ചൂടുള്ള വസ്തു കൊണ്ടുപോയി നമ്മൾ വെക്കുമ്പോൾ ഫ്രിഡ്ജിനകത്തെ താപം ഉയരാനും അവിടെയുള്ള മറ്റ് ഫുഡുകൾ ചീത്തയായി പോകാനും ബാക്ടീരിയൽ പ്രോബ്ലങ്ങളൊക്കെ കൂടാനും സാധ്യതയേറെയാണ്. അപ്പം അതിൻ്റെ അകത്തുള്ള മറ്റു ഭക്ഷണങ്ങളെ കൂടെ ഈ ചൂടുള്ള വസ്തു നമ്മൾ കൊണ്ടുപോയി വെക്കുമ്പോൾ ചീത്തയാക്കി കളയും, മോശമാക്കി കളയും, നശിപ്പിച്ച് കളയും എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അതുപോലെ റമദാനിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ചൂട് കാലമാണ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് വെള്ളം വെക്കും. ഏറ്റവും നല്ലത് ഫ്രിഡ്ജിൽ വെള്ളം വെക്കാതിരിക്കലാണ്. ഒരുപാട് രോഗങ്ങൾ പിന്നാലെ വരും. നമ്മുടെ തൊണ്ടയ്ക്ക് പ്രോബ്ലമാണ്. നല്ല മൺകൂജ മേടിച്ച് വീട്ടിൽ വെക്കുകയാണെങ്കിൽ നല്ല തണുത്ത വെള്ളം ഇങ്ങനെ കുടിക്കുമ്പോൾ നെഞ്ചിന് എന്തൊരു ആശ്വാസമാണ് അല്ലേ? അതും നല്ല ഒരുപാട് മിനറൽ കണ്ടൻറ്റുകളൊക്കെ അതിലുണ്ട് എന്നുള്ളതാണ്. കാരണം മണ്ണിൽ വെച്ചിരിക്കുന്ന മൺകൂജയിൽ നമ്മൾ വെള്ളം വെച്ചിട്ട് കുടിക്കുകയല്ലേ, വളരെ വളരെ ഹെൽത്തിയാണെന്നുള്ളതാണ്. ഇനി ഫ്രിഡ്ജിൽ വെക്കുകയാണെന്ന് നോക്കുക. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുപ്പിയിൽ, അതായത് ചില്ല് കുപ്പിയിൽ വെള്ളം സൂക്ഷിക്കാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മളിപ്പോൾ ഡ്രിങ്കിങ് വാട്ടർ മേടിക്കുന്ന കുപ്പിയിലോ അല്ലെങ്കിൽ പെപ്സിയോ കൊക്കക്കോളയൊക്കെ മേടിക്കുന്ന കുപ്പിയിലോ നമ്മൾ ഒരിക്കലും വെള്ളം സൂക്ഷിക്കരുത്. അതൊക്കെ 1 ടൈം യൂസബിളാണ്, ഒരു തവണ ഉപയോഗിക്കാനാണ്. അതിനുശേഷം കളയേണ്ട കുപ്പിയാണ് അതൊക്കെ. അതിനകത്ത് വെള്ളം നിറച്ച് നമ്മൾ അതിലേക്ക് സൂക്ഷിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഈ ബോട്ടിലുള്ള പ്ലാസ്റ്റിക്കിലുള്ള കെമിക്കൽസൊക്കെ ആ വെള്ളത്തിലേക്ക് ഇഴുകിച്ചേരാണ്. നമ്മൾ കുടിക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചുവയൊക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട് പലപ്പോഴും. അതിൻ്റെ കാരണം ഇതാണ്. അത് വലിയ വലിയ രോഗങ്ങളിലേക്ക് നമ്മൾ എത്തിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടൻറ്റ് വളരെ കുറഞ്ഞല്ല, ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആയിരിക്കണം അല്ലേ? ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ പലപ്പോഴും ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് അല്ല ഈ പറയുന്ന വെള്ളം കുടിക്കാനുള്ള 10 രൂപയുടെ കുപ്പിയിലൊക്കെ നമുക്ക് കിട്ടുന്നത്. ഒരു തവണ ഉപയോഗിക്കാൻ മാത്രമാണ്. ഉപയോഗിക്കുക, അത് കളയാന്നുള്ളതാണ്. പക്ഷേ അതിലൊക്കെ വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ വലിയ രോഗങ്ങൾ പിന്നീട് നമ്മുടെ പിറകെ വരും, പതിയെ വരും എന്നുള്ളതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ ഒരിക്കലും വെക്കാൻ പാടില്ലാത്ത സാധനമായിക്കൊണ്ട് പഠിപ്പിക്കുന്നത് ഫ്രൂട്ട്സ് ഒരിക്കലും കൊണ്ടുപോയി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കരുത്. ഇനി ചില ആളുകളുണ്ട് ചീത്തയാൻ പോകുന്ന ഫ്രൂട്ട്സെ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കും ചീത്തയായി പോകാതിരിക്കാൻ. അപ്പോൾ അതിലുള്ള ബാക്ടീരിയാസും കൂടെ ഫ്രിഡ്ജിൻ്റെ അകത്തെ മറ്റുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് കയറിയിട്ട് നമുക്കത് വേറെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മുറിച്ച് കഴിഞ്ഞ തണ്ണിമത്തൻ അപ്പാട് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കുന്ന കുറേ ആളുകളുണ്ട്. അത് അതിൻ്റെ ടേസ്റ്റ് മാറാനും ബാക്ടീരിയാസൊക്കെ ഒരുപാട് പ്രവർത്തിക്കാൻ അത് നിമിത്തമാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ഉള്ളി, ഉരുളക്കിഴങ്ങ് ഇതൊന്നും ഫ്രിഡ്ജിൽ വെക്കാതിരിക്കലാണ് നല്ലത്. ഇതൊക്കെ പുറത്താണ് വെക്കേണ്ടത് എന്നാണ്. അപ്പോൾ പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, പല രോഗങ്ങളും, പല ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെ മറ്റു പല രോഗങ്ങളൊക്കെ ആയിട്ട് ഡോക്ടറെ അടുത്ത് പോകും, മെഡിസിൻ തരും, രോഗമൊന്ന് കുറയും, പിന്നെയും വരും. നിരന്തരം ഓരോരോ പ്രയാസങ്ങൾ, വയറിന് അപ്സെറ്റ് ആക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഫ്രിഡ്ജിൻ്റെ കൃത്യമല്ലാത്ത ഉപയോഗമാണ്. അത് നമ്മെ രോഗിയാക്കും എന്നുള്ളത് ഒരുപാട് ഡോക്ടേഴ്സ് പറയുന്ന കാര്യമാണ്. അപ്പോൾ വിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോൾ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ കാര്യം കൂടെ ശ്രദ്ധിച്ചിട്ട് ഹെൽത്തിയായി ജീവിക്കാൻ, നല്ല ആരോഗ്യമുള്ളവരാകാൻ, എല്ലാത്തിലുമുപരി ആ ആരോഗ്യത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കണം. പടച്ച റബ്ബ് സൂക്ഷ്മതയോടെ ജീവിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.